ശബരിമലയിൽ മകരവിളക്ക് ദർശിച്ച് ഭക്തർ വൈകുന്നേരം 6:44ഓടെയാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിച്ചത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിയിരുന്നത്. എത്തുന്ന എല്ലാവർക്കും ദർശനം ഉറപ്പാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും ചെയ്തിരുന്നു. സനോജ് സുരേന്ദ്രൻ ശബരിമലയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പരാതിയും പരിഭവവുമില്ലാത്ത ഒരു തീർത്ഥാടന കാലത്തിനാണ് ഇന്ന് ഇവിടെ പരിസമാപ്തി കുറിച്ചിട്ടുള്ളത്. മകരവിളക്ക് ദർശിക്കാൻ 2 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് സന്നിധാനത്ത് തമ്പടിച്ചിരുന്നത്. വൈകുന്നേരം 6:30 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തിയത്. കൊടിമര ചുവട്ടിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് ദേവസ്വം ഭാരവാഹികളും എല്ലാവരും ചേർന്ന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ചു. പിന്നീട് തിരുവാഭരണം തന്ത്രി ഏറ്റുവാങ്ങി ശ്രീകോവിലേക്ക് ആനയിച്ചു. തുടർന്ന് ക്ഷേത്രനട അടച്ചു. അതിനുശേഷം ദീപാരാധന നടന്നു. ദീപാരാധന തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ കാണാൻ നിരവധി തീർത്ഥാടകരാണ് ഇപ്പോഴും കാത്തു നിൽക്കുന്നത്. പിന്നീട് 6:40 ശേഷമാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിച്ചത്. ഭക്തലക്ഷങ്ങൾ ദർശന സായുജ്യമാണ് ഇപ്പോൾ മലയിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കാര്യങ്ങളെല്ലാം സമാധാനപരമായി സന്തോഷകരമായി പോവുകയാണ്. ഒരു തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിക്കുമ്പോൾ സ്ഥലം MLA എന്ന നിലയിൽ തനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നാണ് റാന്നി MLA കൂടിയായിട്ടുള്ള പ്രമോദ് നാരായണൻ വ്യക്തമാക്കിയത്. സമാധാനപരമായി, വളരെ സമാധാനപരമായിട്ടും സുരക്ഷിതമായിട്ടും ഭക്തജനങ്ങൾ വരുന്നതല്ലേ. അപ്പം നല്ല അടുക്കും ചുറ്റോടുകൂടിയുള്ള നല്ല പ്രവർത്തനമായിരുന്നു ഇത്തവണ നടന്നത്. വളരെ സന്തോഷം. ഈ തീർത്ഥാടന കാലത്ത് നിരവധി സിനിമാ താരങ്ങളാണ് വന്നുപോയത്. ജയറാം, ഗിന്നസ് പക്രു ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നിരവധി ആളുകൾ വന്നുപോയി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം തന്നെ K മുരളീധരൻ. മകരജ്യോതി ദിനത്തിലാണെങ്കിൽ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ ഉണ്ടായിരുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ നിത്യസ്ഥരായിട്ടുള്ള നിരവധി രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വന്നു പോയിരുന്നുവെങ്കിൽ പോലും ആർക്കും യാതൊരു പരാതിക്കും പരിഭവത്തിനും ഇട നൽകാതെയാണ് ഒരു തീർത്ഥാടന കാലത്ത് ഇവിടെ പരിസമാപ്തിയിലെത്തിയിട്ടുള്ളത്. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പരാതിരഹിത മണ്ഡലകാലമായിരുന്നു ഇത്തവണത്തേത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.